ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് മായങ്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നറിഞ്ഞ്. ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലാണ് താമസിക്കുന്നത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരായിട്ട് മായങ്കടവ് കാണാൻ വേണ്ടി പോയി. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ യാത്രയായി. രണ്ട് സൈഡിലും നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ, പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തു കൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ കാറിൻ്റെ ജനലൊക്കെ തുറന്നിട്ട് ഞങ്ങളിങ്ങനെ കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ യാത്ര തുടർന്നു. വളരെ മനോഹരമായിട്ടാണ് ഈ മായങ്കടവിലേക്കുള്ള യാത്ര. വനപ്രദേശത്താണ്, വനപ്രദേശത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോണത്. വനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വനവുമല്ല, എന്നാൽ രണ്ട് സൈഡിലും ഇങ്ങനെ റബ്ബർ മരങ്ങളും അതും ഇതായിട്ടൊക്കെ ഉള്ള ഒരു പ്രകൃതി രമണീയമായ കാഴ്ച. അതിനിടയ്ക്കൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു. അവിടെ കൊണ്ടൊതുക്കി അവിടുത്തെ കടയിൽ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും ചായയെല്ലാം കുടിച്ച് യാത്ര തുടർന്നു. പ്രധാനമായിട്ടും നമ്മൾ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണുള്ള യാത്ര. നല്ല രസകരമായ യാത്രയായിരുന്നു. രണ്ട് സൈഡിലും ദാണ്ട ഈ കാണുന്നത് ഞങ്ങളിങ്ങനെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചത് ആരുടെ വീടാണെന്ന്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു അമേരിക്കൻ ടീമാണ് അവിടെ വച്ചിട്ടയക്കണത്. വെറുതെ വച്ചിട്ടൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഈ മധ്യ കേരളത്തിലൊക്കെ ഇതുപോലെ ആയിരക്കണക്കിന് വീടുകൾ കിടക്കണമെന്നാണ് പറയുന്നത്. ഒഴിഞ്ഞ് നല്ല കോടിക്കണക്കിന് രൂപകൾ മുടക്കി ഓരോ വീടുകൾ വെച്ച് അവിടെ താമസിക്കാൻ ആളില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കൂടുതൽ റബ്ബർ തോട്ടമാണ്. അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ മായങ്കടവിലെത്തി. ഈ കടവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കടവിൽ നമുക്ക് കാറ് കൊണ്ടുവന്ന് ഈ ആറ്റിൻ്റെ സൈഡിലേക്ക് ഒതുക്കുക. ഇത് ആരെന്ന് പറയുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവെയറാണ് ഇത്. നെയ്യാർ ഡാമിലേക്കുള്ള വെള്ളത്തിന് തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ നീളത്തിനിങ്ങനെ ഈ ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലിറങ്ങി കുളിക്കാം. ഞങ്ങൾ ഈ മായങ്കടവിൽ വരണമെങ്കിൽ തോർത്ത അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോകുന്നതാണ്. എന്തായാലും കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വന്നപ്പോഴാണ് ഈ തോർത്തും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാമല്ലോ എന്ന് വിചാരിച്ച്. നല്ല രസമുള്ള ഒരുപാട് പേരിങ്ങനെ വണ്ടിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കുന്നുണ്ട്. കാറൊക്കെ കൊണ്ട് ഒതുക്കിയിട്ടിട്ട് ഇതുകൊണ്ടാ കാണുന്നുണ്ട, കാറ് കൊണ്ട് ഈ ആറ്റിൻ്റെ അരയിൽ ഒതുക്കിയിട്ടിട്ട് ഫാമിലിയായിട്ട് വന്നിട്ട് ഒരുപാട് പേര്. അതാണ് ഈ മായങ്കടവിൻ്റെ ഒരു പ്രത്യേകത. ധാരാളം കാറുകൾ അവിടെ വന്ന് കിടപ്പുണ്ട്. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയമാണ്. ഒരു 4-5 മണി സമയത്തൊക്കെയാണ് ഇവിടെ ഇഷ്ടം പോലെ കാറ് വരുമെന്നാണ് പറഞ്ഞത്. കാറ് ഇതാണ്ട് ഈ നടന്നു പോകുന്ന ആ സ്ഥലത്തെല്ലാം ഇട്ടിട്ട് ഇറങ്ങി ഫാമിലിയായിട്ട് നിന്ന് അവിടെ നിന്ന് കുളിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് മടക്ക യാത്രയാണിത്. പ്രധാനമായിട്ടും പ്രകൃതിയുടെ സൗന്ദര്യം എന്താണെന്നൊന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നത്. അതെന്തായാലും വളരെ മനോഹരമായിട്ട് ആലോചിച്ച്. നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടാണ് പോണത്. ഈ ട്രാൻസ്പോർട്ടിനകത്താണെങ്കിൽ ഒരു മനുഷ്യരില്ല. ട്രാൻസ്പോർട്ടിൽ എങ്ങനെ നഷ്ടം വരാതിരിക്കുമെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇത്രയും ദൂരം ഇവിടെ നിന്ന് ഏകദേശം 10-40 കിലോമീറ്ററോളം ഉണ്ട് ഈ സ്ഥലത്ത്, തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്. ഈ 40 കിലോമീറ്ററോളം ഓടിയിട്ട് ഒരു കാലി വണ്ടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരാൾ പോലും ഇല്ല. വെറും കാലി വണ്ടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിന് നഷ്ടമല്ലേ വരികയുള്ളൂ.